ABVP പ്രവർത്തകൻ വിശാലിന്റെ കൊലക്കേസിൽ സാക്ഷി വിസ്താരം തുടങ്ങി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിസ്താരം. കേസിലെ ഒന്നാം സാക്ഷി വിഷ്ണു പ്രസാദും രണ്ടാം സാക്ഷി ശ്രീജിത്തും പ്രതികളെ കോടതിയിൽ തിരിച്ചറിഞ്ഞു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് SSCന് മുമ്പാകെ നടന്ന സാക്ഷി വിസ്താരത്തിലാണ് ഒന്നാം സാക്ഷി വിഷ്ണു പ്രസാദും രണ്ടാം സാക്ഷി ശ്രീജിത്തും കേസിലെ 12 പ്രതികളെ തിരിച്ചറിഞ്ഞത്. വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ കുത്തിക്കൊല്ലുന്നത് കണ്ടെന്നും സ്ഥലത്തുണ്ടായിരുന്ന ABVP പ്രവർത്തകരായ ശ്രീജിത്ത്, വിജയപ്രതാപ്, വിഷ്ണു, വിനു ശേഖർ, വിനുരാജ്, രാഹുൽ, മനു തുടങ്ങിയവരെ ആക്രമിച്ചെന്നും വിശാലിനൊപ്പം പരിക്കേറ്റ വിഷ്ണു മൊഴി നൽകി. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ആക്രമിക്കാൻ ഉപയോഗിച്ച ഹെൽമറ്റും തിരിച്ചറിഞ്ഞു. വിശാലിനെ കൊലപ്പെടുത്താനായി കരുതിക്കുട്ടിയെത്തിയ പ്രതികൾ വിശാലിനെ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ താൻ താങ്ങിയെടുത്തുവെന്നും ആ സമയം തന്നെ പ്രതികൾ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചുവെന്നും വിശാലിനെ കുത്തിയ ആൾ തന്റെ പുറത്തും ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്നും കേസിലെ രണ്ടാം സാക്ഷി ശ്രീജിത്ത് മൊഴി നൽകി. വിശാലിനെയും തന്നെയും ഒന്നാം സാക്ഷി വിഷ്ണു പ്രസാദിനെയും കുത്തിയ പന്തളം സ്വദേശിയായ ഷെഫീഖിനെയും മറ്റു പ്രതികളെയും ശ്രീജിത്ത് തിരിച്ചറിയുകയും ചെയ്തു. 2012 ജൂലൈ 16-ന് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അധ്യയനം ആരംഭിക്കുന്ന ദിവസമാണ് വിശാൽ അടക്കമുള്ള ABVP പ്രവർത്തകർക്ക് നേരെ ക്യാമ്പസ് ഫ്രണ്ട് ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ വിശാൽ സംഭവ ദിവസം രാത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത്. വിസ്താരം ഇന്നും തുടരും. ജനം, ആലപ്പുഴ.